ഇതിൽ ഈ കോടതി വിധിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ ഒരു അസ്വാഭാവികമാണല്ലോ രാത്രിക്ക് രാത്രി ആ കേസ് എടുത്തിരിക്കുന്നത്. ഒരു നാടിനെ ഒരു വശത്ത് എത്ര വലിയ കോൺട്രഡിക്ടറാണ്. ആ കോൺട്രഡിക്ഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും രാജ്യം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ BJPയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയോട് വിദ്വേഷ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുമെന്ന് അസം ഹൈക്കോടതി തന്നെ ശാസന നൽകേണ്ടി വരുന്നു. അതേസമയം കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠം ഇതാ വളരെ അസ്വാഭാവികമായ വേഗതയിൽ വിദ്വേഷ പ്രചരണ രൂപത്തിന്, അതിനെ സിനിമയൊന്നും പറയാൻ പറ്റില്ല, ആവിഷ്കാരം ഒരു വിദ്വേഷ പ്രചരണ രൂപത്തിന്, ഒരു വിദ്വേഷ പ്രചരണ മെറ്റീരിയലിന് അനുമതി കൊടുക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ എവിടെ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വിദ്വേഷ പ്രചരണത്തിനെതിരെ എപ്പോഴും ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആവർത്തിച്ചത് പറയുമ്പോൾ അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടില്ലേ എന്ന് ചോദ്യം വളരെ പ്രസക്തമല്ലേ? ആ അർത്ഥത്തിൽ അത് വളരെ ആശങ്കപ്പെടുത്തുന്ന വിധിയാണ്. ഇത് വിദ്വേഷ പ്രചരണത്തിനുള്ള മെറ്റീരിയലാണ്. അതൊരു ആവിഷ്കാരമല്ല, അതൊരു സിനിമയല്ല, മറിച്ച് അതൊരു വിദ്വേഷ പ്രചരണത്തിൻ്റെ മെറ്റീരിയലാണ്. അതിനെ ആ അർത്ഥത്തിൽ കാണേണ്ടതായിരുന്നു. സിംഗിൾ ബെഞ്ച് ആ അർത്ഥത്തിൽ കണ്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടപെടൽ അസ്വാഭാവികമായ വേഗതയിൽ വന്നു എന്നതിനെ സുപ്രീം കോടതിയുടെ അടുത്ത കാലങ്ങളിലുള്ള വിധിന്യായങ്ങളുടെ സാരാംശത്തെ, അതിൻ്റെ സ്പിരിറ്റിനെ ചേർന്നതാണോ എന്ന നിയമവൃത്തങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും.